8-ാം നാൾ മിനാ താഴ്വരയിലേക്ക് പ്രവാചകൻ യാത്ര തിരിച്ചു. മറ്റെല്ലാവരും അദ്ദേഹത്തെ അനുഗമിക്കുകയുണ്ടായി. ആ രാത്രി അവിടെ ചിലവഴിച്ച ശേഷം പ്രഭാതത്തോടുകൂടി അറഫയിലേക്ക് നീങ്ങി. മക്കയുടെ കിഴക്ക് ഭാഗത്തുള്ള വിശാലമായ ഒരു മൈതാനം, ത്വായിഫിലേക്കുള്ള പാതയോരത്ത് വടക്കും കിഴക്കുമായി ത്വായിഫ് മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണത്. അവിടെ അറഫ മലയെന്ന ഒരു കുന്നുണ്ട്. ആ കുന്നിനെ കാരുണ്യത്തിന്റെ മലയെന്നും വിളിച്ചു പോരുന്നു. തീർത്ഥാടനത്തിന്റെ കേന്ദ്രമാണിത്. ഈ കുന്നിനു മുകളിലാണ് പ്രവാചകൻ തന്റെ വിശ്രമസ്ഥാനം ഒരുക്കിയത്. മക്കക്കാരിൽ ചിലർ പ്രവാചകൻ അറഫ വരെ പോയത് കണ്ട് അന്താളിച്ചു. മറ്റു തീർത്ഥാടകർ പ്രവാചകനെ അനുഗമിച്ചപ്പോഴും അവർ ഹറമിൽ തങ്ങി. ഞങ്ങൾ ദൈവത്തിന്റെ ആൾക്കാരാണെന്ന് ഖുറൈശികൾ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ പ്രവാചകൻ അവരോട് അറഫ തീർത്ഥാടനത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് ഊന്നിപ്പറഞ്ഞു. അബ്രഹാം അങ്ങനെ ചെയ്തിട്ടുണ്ട്. തീർത്ഥാടനത്തിലുടനീളം അബ്രഹാം പൈതൃകത്തിന്റെ കീഴ്വഴക്കങ്ങളാണ് പ്രവാചകന്റെ ചലനങ്ങളിൽ നിറഞ്ഞു നിന്നത്.